എൻ്റെ പിതാവിൻ്റെ നാമത്തെ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും എന്ത് ചെയ്തു തരും? ഉപദേശിച്ചു തരികയും പിന്നെ അടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഓർമ്മപ്പെടുത്തും. ഞാൻ അതിൻ്റെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. നിങ്ങളോട് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ കൽപ്പന കാര്യം ഇതേ ഉള്ളൂ, നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. പക്ഷെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പന നേരത്തെ ഉണ്ട്, പഴയ നിയമത്തിനുണ്ട്. പക്ഷെ പുതിയ നിയമത്തിന് ഒരു കൽപ്പന കൂടെ കൂട്ടി. അതിന് അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ശരിക്കും മനുഷ്യൻ സ്നേഹമെന്ന് കണ്ടത് ആരില്ല? യേശുവിലാണ്. അപ്പം പുതിയ നിയമത്തിലെ ഒറ്റ കൽപ്പനയേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. പുതിയ നിയമത്തിലെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു, നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ നിങ്ങളുടെ ശിഷ്യരെന്ന് ലോകം എന്ത് ചെയ്യും? അറിയും. അപ്പോൾ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ കൽപ്പന, ഒറ്റ കൽപ്പന എന്താണ്? സ്നേഹമാണ്. ഈ സ്നേഹം ഉള്ളപ്പം വേറെ എല്ലാ കൽപ്പനയും ഒന്നും പറയണ്ട. സ്നേഹം പഴയ നിയമത്തിലെ വലിയൊരു കൽപ്പനയാണ്, കൊല ചെയ്യരുത്. സ്നേഹമുള്ളവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? കൊല്ലത്തില്ല. അവൻ ജീവനെ എന്ത് ചെയ്യത്തേ ഉള്ളൂ? രക്ഷിക്കും, ജീവനെ കൊടുക്കും. പക്ഷെ ഒരിക്കലും എന്തെടുക്കത്തില്ല? ജീവൻ എടുക്കത്തില്ല. അപ്പോൾ അവനോട് എന്തോ ചെയ്യണമെന്ന് പറയണ്ട, കൊല്ലണ്ടെന്ന് പറയണ്ട. ഇനി വേറൊരു വലിയ കൽപ്പനയാണ്, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അല്ല, വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരത്തിന് പുതിയൊരു വേർഷനാണ് കർത്താവ് കൊടുത്തത്. നിങ്ങൾ സ്ത്രീ മോഹിക്കേണ്ടത് നോക്കരുത്, നോക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്തു പോയി? വ്യഭിചാരം ചെയ്തു പോയി. അത്ര കർശനമായിട്ട് പറയുമ്പോൾ അതൊരൊറ്റ ഭാഗത്തെ അത് നടക്കത്തുള്ളൂ. ഭാര്യയോട് നല്ല സ്നേഹം, തികഞ്ഞും ആത്മാർത്ഥമായി ഭാര്യയോട് സ്നേഹമുള്ളവൻ 100% എന്ത് ചെയ്യത്തില്ല? വ്യഭിചാരം ചെയ്യത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഭാര്യയോട് ആത്മാർത്ഥമായി സ്നേഹമുള്ളവന് വ്യഭിചാരം ചെയ്യാനൊക്കെ ഒക്കത്തില്ല. ഭർത്താവിനോട് ആത്മാർത്ഥമായ സ്നേഹമുള്ള ഒരു സ്ത്രീക്കും, ഭർത്താവ് 50 വർഷം ഗൾഫിലായിക്കോട്ടെ, എന്തോ ചെയ്യത്തില്ല? വ്യഭിചാരം ചെയ്യത്തില്ല. ഒറ്റ കാര്യം കൊണ്ടാണ് വ്യഭിചാരം ചെയ്യുന്നത്. എന്ത് കുറയുമ്പോഴാണ്? സ്നേഹം കുറയണം. അപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ വ്യഭിചാരം ഉണ്ടോ? ഇല്ല. സ്നേഹം ഉണ്ടെങ്കിൽ മോഷ്ടിക്കുമോ? ഇല്ല. സ്നേഹം എടുക്കുന്നതാണോ കൊടുക്കുന്നതാണോ? കൊടുക്കുന്ന. സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളതുകൂടെ എന്ത് ചെയ്തിട്ട് പോകും? കൊടുത്തിട്ട് പോകും. അപ്പോൾ അവരോട് എന്ത് ചെയ്യേണ്ടെന്ന് പറയണ്ട, മോഷ്ടിക്കേണ്ടെന്ന് പറയണ്ട. അപ്പോൾ ഒറ്റ കൽപ്പനയ്ക്കകത്ത് എല്ലാം അടങ്ങുന്ന ഒരൊറ്റ കൽപ്പനയേ ഉള്ളൂ, അതാണ് സ്നേഹം എന്ന കൽപ്പന. എത്ര പേര് കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ ആ കൽപ്പന ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ആര്? പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട്, ശരിക്കും പരിശുദ്ധാത്മാവ് എപ്പോഴും പറയാനുള്ളത്, എൻ്റെ പിതാവ് പറഞ്ഞതെല്ലാം എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് തരുന്ന, അങ്ങനെയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, 15:12. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. അപ്പോൾ എൻ്റെ കൽപ്പന, ഒറ്റ കൽപ്പന കർത്താവ് പറഞ്ഞു. പുതിയ നിയമത്തിൽ എല്ലാം കൂടെ കാച്ചിക്കുറിക്കുക ഒറ്റ കൽപ്പന, നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? സ്നേഹിക്കണം. എന്ത് ചെയ്യാൻ സ്നേഹമുള്ളവനപ്പോൾ എന്തോ ചെയ്യത്തില്ല? പിണങ്ങത്തില്ല. അപ്പോൾ ഈ പിണക്കമുള്ളവർക്ക് എന്തോ ഇല്ല? സ്നേഹമില്ല. അവരിൽ എന്തോ ഇല്ല? പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല? പിണങ്ങിയിരിക്കാനൊക്കത്തില്ല. അപ്പം ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങും. ഇങ്ങനെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ പിണങ്ങിയൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു നിയോഗം വരുന്നത്. അപ്പോൾ ഇച്ചിരി അങ്ങ് സങ്കടം കൂടുമ്പം കുറേ നേരം പ്രാർത്ഥിക്കുക. ഇയാൾ എന്നെ സ്നേഹിച്ചാൽ എനിക്കങ്ങോട്ട് പ്രാർത്ഥനയൊക്കെ അങ്ങ് കുറഞ്ഞു പോകും. ഇങ്ങനൊന്നും നമ്മൾ ചുമ്മാ ഫിലോസഫി കണ്ടെത്തരുത്. ഒറ്റ വഴിയേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്ത് ചെയ്യണമെന്നാണ്? സ്നേഹിക്കണം. അപ്പോൾ ശരിയായ ഒരു പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നാൽ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് എന്താ? കുറച്ചുകൂടെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഒന്ന് പറഞ്ഞേ, സ്നേഹിക്കണം. പരിശുദ്ധാത്മാവേ, സ്നേഹം കുറയുമ്പോഴെല്ലാം അങ്ങനെ ഓർമ്മിപ്പിക്കുക, കുറച്ചുകൂടെ സ്നേഹിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ഓർപ്പിക്കുക, എന്തോ ചെയ്യണം? സ്നേഹിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഓർപ്പിച്ചുകൊണ്ടിരിക്കും. സ്നേഹിക്കണം, പിണങ്ങിയിരിക്കരുത്. അപ്പം ആ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കും. 2, പരിശുദ്ധാത്മാവ് എന്തിൻ്റെ കാര്യസ്ഥൻ? സത്യത്തിൻ്റെ ആത്മാവ്. ഇത് 2 ഉറക്കെ പറഞ്ഞ്, ഒന്നുകൂടെ പറഞ്ഞേ, സത്യത്തിൻ്റെ ആത്മാവ്. അപ്പോൾ എന്ത് പറയാല്ലേ? കള്ളം പറയാതിരിക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ കള്ളം പറയാതെ ജീവിക്കാനുള്ളൂ. അങ്ങനെ ജീവിച്ച ഒത്തിരി പേരെ ഞാൻ കണ്ടു കേട്ടോ. ഭയങ്കര ഗൗരവമായ പ്രശ്നത്തിലും എന്ത് പറഞ്ഞില്ല? ഞാൻ കള്ളം പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറയത്തില്ല. കള്ളം പറയാറുണ്ട്.
പക്ഷേ ഞങ്ങൾക്ക് അതിനൊരു ഒരു തിയോളജിയൊക്കെ പഠിക്കുമ്പോൾ എന്താണ് സിറ്റുവേഷൻ എത്തിക്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം പഠിക്കുകയാണ്. സിറ്റുവേഷൻ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അന്ന് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്, ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളെ പഠിപ്പിച്ച അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഡൽഹിയിൽ ഇങ്ങനെ പണ്ട് സിഖ് കൊലപാതകം നടക്കുമ്പോൾ ഒരുത്തനെ വെട്ടിക്കൊല്ലാൻ പോവാണ്, അവനെ ഇട്ട് ഓടിക്കുന്നു. അവൻ ഓടി നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് കയറി കട്ടിൻ്റെ കീഴെ ഒളിക്കുന്നു. അവനെ കൊല്ലാൻ വന്നൊരു പുറകെ വന്ന് ചോദിച്ചു, ഇയാളെ കണ്ടോ ചോദിച്ചു, എന്തോ പറയണം? ഇല്ലെന്ന് പറയണം. അപ്പോൾ അവനങ്ങ് പൊക്കോളും. അപ്പം കള്ളം പറഞ്ഞില്ലേ, അതാണ് സിറ്റുവേഷൻ എത്തിക്സ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, ഹിന്ദിക്കാരനാണ്, അവനോട് അപ്പം നമ്മൾ അവനെ കണ്ടു എന്ന് പറയണമായിരുന്നു, അതാണ് സത്യം. അപ്പം ഞാൻ പറഞ്ഞു, കണ്ടു എന്ന് നീ പറയുന്നത് നിനക്ക് ചാകാൻ പേടിയില്ലാത്തതുകൊണ്ടായിരിക്കും, പക്ഷേ ചാകാൻ പേടിയുള്ള ഒരുത്തനാണ് നമ്മുടെ കട്ടിക്കീഴെ ഇരിക്കുന്നത്. അവന് ചാകാൻ പേടിയായതുകൊണ്ടാണ് അവൻ നമ്മുടെ കട്ടിക്കീഴെ കയറിയത്. ഇതിനെയാണ് പ്രാക്ടിക്കൽ എത്തിക്സ്, സിറ്റുവേഷൻ എത്തിക്സ് എന്ന് വിളിക്കുക. ജോസഫ് ഫ്ലെച്ചർ എന്ന് പറഞ്ഞ ഒരാളുടെ തിയോളജി, ഒരു എത്തിക്കൽ തിയോളജിയാണ് സിറ്റുവേഷൻ എത്തിക്സ്. പക്ഷേ ഏത് സിറ്റുവേഷനിലും കള്ളം പറയാതിരിക്കുന്ന കുറേ പേരെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെയും ആകാം. ഞാൻ പറഞ്ഞു ഇതൊരു ക്രിട്ടിക്കൽ ഇൻസിഡൻ്റാണ്. പക്ഷേ അങ്ങനെയും ആകാം, എന്ത് പറയാതെ ജീവിക്കാം, കള്ളം പറയാതെ ജീവിക്കാം. എങ്കിലും ഈ ക്ലാസ് കഴിയുമ്പം തൊട്ട് 100 കള്ളം പറയുന്നവർ ഒരു 20 കള്ളമെങ്കിലും ആക്കി കുറയ്ക്കാൻ ഒക്കുമെങ്കിൽ എന്ത് നല്ലതായിരിക്കും. ഒന്ന് കള്ളം കുറയ്ക്കാനെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ചുമ്മാ തീപ്പെട്ടായും കള്ളവും അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായില്ലേ. അപ്പം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ക്ലാസ് കഴിഞ്ഞാൽ എന്തോ കുറയ്ക്കണം, കള്ളം പറയുന്നത് കുറയ്ക്കണം. സ്വത്രം ചെയ്തേ, കള്ളം പറയുന്നത് കുറയ്ക്കണം. നമ്മൾ ഈ കള്ളം പറയത്തില്ലെങ്കിലും എക്സാജറേറ്റ് ചെയ്യും. എന്ത് ചെയ്യും? എക്സാജറേറ്റ് ചെയ്യും. എക്സാജറേറ്റ് ചെയ്യുന്ന നല്ലൊരാളെ ഞങ്ങൾക്കറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു ചേട്ടൻ മൂത്തമ്മൻ വരുന്നുണ്ട്. എവിടെ ആയിരുന്നു? വയലിൽ ആയിരുന്നു. ഈ മൂത്തമ്മൻ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നീ എനിക്ക് ഇന്ന് വരെ എൻ്റെ ചങ്ങാതികളോട് തിന്നു കുടിക്കാൻ വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ തന്നില്ല. വ്യഭിചാരികളുടെ മുതലെല്ലാം നശിപ്പിച്ച് കളഞ്ഞവൻ വന്നപ്പോൾ നീ എന്താ കൊടുത്തു? ആട്ടിൻകുട്ടിയെ കൊടുത്തു. അങ്ങനെയാണ് ലൂക്കോസ് 15 കാണുന്നില്ലേ? വേശ്യമാരോടുകൂടെ മുതലെല്ലാം തിന്നു കളഞ്ഞവൻ വന്നപ്പോൾ നീ എന്തോ കൊടുത്തു? അവന് വേണ്ടി ഒരു ആടിനെ കൊടുത്തു. ലൂക്കോസ് 15 കാണുന്നൊരു കാര്യമാണ്. 30-ാം വാക്യം, വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നു കളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ച കാളക്കുട്ടി അറുത്തു. തടിച്ച കാള. സത്യത്തിൽ അതിൻ്റെ മേള് മുഴുവൻ വായിച്ചു. അവിടെ ഒരു ദുർനടപ്പുകാരനായിട്ട് ജീവിച്ചു എന്നുണ്ട്, വേശ്യമാരോടുകൂടെ ജീവിച്ചെന്നൊരു വാക്കുണ്ടോ? ഇല്ല. പക്ഷേ ഇവൻ എന്തോ ഈ ദുർനടപ്പിൻ്റെ കഥ അവനങ്ങ് കൂട്ടി അതെന്താക്കി? വേശ്യമാർ. നമുക്കും ഇങ്ങനെ സ്വഭാവമുണ്ട്, എന്തോ കൂട്ടും, കഥ കൂട്ടും. ഈ കഥ കൂട്ടുന്നവരാണ് സഭയെ നശിപ്പിക്കുന്നത്. കഥ കൂട്ടുന്നവരെന്തോ നശിപ്പിക്കും? സഭ നശിപ്പിക്കും. അപ്പം പിന്നെ ഈ ആത്മാവിരുന്ന് ഞരങ്ങും. ഒരു കാരണവശാലും എന്തുണ്ടാക്കരുത്? കഥ ഉണ്ടാക്കരുത്. ഇനി കഥ ഉണ്ടാക്കുന്നതും കഥ മെനയുന്നതും ഒക്കെ ഒരു മൂത്തമോൻ്റെ ജോലിയാണെങ്കിൽ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഒരു അപ്പൻ എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ വന്നാലുണ്ടല്ലോ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സ്നേഹം കൂടിയാൽ നിങ്ങളൊരു കഥ ഒതുക്കുമോ? കഥ ഉണ്ടാക്കുമോ? ഒതുക്കും. നിങ്ങളൊരു അപ്പനാണ്, നിങ്ങളൊരു അമ്മയാണ്. നിങ്ങളുടെ കൊച്ചിനെ കുറിച്ച് റിയൽ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് കിട്ടി, ലൈവ് നിങ്ങൾ കണ്ടു, എന്തോ ചെയ്യും? വിവരമുള്ള അമ്മയാണെങ്കിൽ അതെന്തോ ചെയ്യും? ഒതുക്കും. നമ്മുടെ പണ്ടത്തെ അമ്മമാരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇഷ്ടം പോലെ രഹസ്യം അറിയായിരുന്നു, പക്ഷെ ഒന്നും നാട്ടുകാരറിഞ്ഞില്ല. അവരെന്ത് ചെയ്തു? ഒതുക്കി. വല്ലോൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? പറയും. ഇതായിരിക്കണം ദൈവമക്കളെ എപ്പോഴും ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ്. സഭയിൽ പ്രശ്നം ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. നിങ്ങളുടെ ദൈവദാസന്മാരെല്ലാവരും 100% പെർഫെക്റ്റ് ആണോ? അല്ല. എവിടെ എല്ലാവരും ജീവിക്കുന്നത്? പക്ഷേ ഒരു കുറവ് കണ്ട ഒതുക്കം പഠിക്കുന്നത് സ്നേഹമുള്ളത് കൊണ്ടാണ്. അപ്പം പറയും പാപം ബലഹീനതയ്ക്ക് കൂട്ടു നിൽക്കുകയാണോ? അല്ല. ഉണ്ടെങ്കിൽ നേരിട്ട് ചെന്ന് പറയണം. ബാക്കിയെല്ലാം അകത്ത് സൂക്ഷിക്കണം. ഒതുക്കാൻ കഴിയുന്നത് അപ്പനും അമ്മയും എപ്പോഴും എന്തു ചെയ്യും? ഒതുക്കും. വെല്ലോക്കാരെയാണെങ്കിൽ നമ്മളെല്ലാവരോടും എന്തു ചെയ്യും? പറയും. നിങ്ങൾ സഭയിൽ ഒരിക്കലും പറയുന്നവരാകരുത്, ഒതുക്കുന്നവരാകണം. പ്രാർത്ഥിക്കുന്നവരൊക്കെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്
ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്നറിയാമോ? വല്ലവൻ്റെ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയ അപ്പോളെ വാട്സാപ്പ് ഇടുക, ലോകം മുഴുവൻ അറിയിക്കുക, അത് ഷെയർ ചെയ്യുക. 10 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കങ്ങ് സന്തോഷമാണ്. 10 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ആയതുകൊണ്ട് ഒരു സുഖമാണ്. ഇങ്ങനത്തെ കിട്ടുന്ന ഷെയർ ചെയ്യുന്നവരാരും സ്വർഗത്തിൽ പോകത്തില്ല. ഞാൻ പറഞ്ഞ ഒരു മെസ്സേജ് ഷെയർ ചെയ്യുന്ന കാര്യമല്ല. വേണ്ടാത്ത വാർത്തകളൊന്നും ഷെയർ ചെയ്യുന്നവരാരും സ്വർഗത്തിൽ പോകത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നീ ഒരു അപ്പനും അമ്മയുടെ ഹൃദയം നിനക്ക് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. എത്ര പേര് പ്രാർത്ഥിക്കും, എൻ്റെ ഫോൺ ഒരിക്കലും വേണ്ടാത്ത കഥ പ്രചരിപ്പിക്കാൻ ഉള്ള ഒരായുധമായി മാറല്ലേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചേ. ഈ കഥ പ്രചരിപ്പിച്ചാൽ എന്താ കുഴപ്പമെന്നറിയാമോ? ഞാനിങ്ങനെ അങ്ങ് ലീഡർഷിപ്പ് ട്രെയിനിങ് അല്ലേ, കഥ പ്രചരിപ്പിച്ച ഒരു കാര്യം എന്നറിയാമോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ കഥ ഉണ്ടാകത്തില്ലെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും 100% എൻ്റെ കൊച്ചിൻ്റെയോ എൻ്റെ കൊച്ചുമക്കളുടെയോ കാലത്ത് ഒരു കഥയോ ഉണ്ടാകത്തില്ലെന്ന് 100% എനിക്ക് ഗ്യാരണ്ടി എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. എന്നാൽ ഒരുവൻ്റെ കഥ നിങ്ങൾ ഒതുക്കിയാൽ കർത്താവ് ഒരു കാര്യം ചെയ്യും. നിൻ്റെ കൊച്ചിൻ്റെ കഥ ആരും അറിയാതെ ദൈവം ഒതുക്കും. നിൻ്റെ കൊച്ചിൻ്റെ കഥ ആരും അറിയാതെ ദൈവം ഒതുക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നാൽ, തെറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു, തെറ്റ് ചെയ്താൽ ഒതുക്കാൻ പഠിക്കണം. റെഡ് ഹാൻഡഡായിട്ട് പിടിച്ചിട്ടുള്ള, റെഡ് ഹാൻഡഡാണ്. അതായത് കണ്ണിന് കണ്ട കാര്യം, കണ്ണിനെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാവുന്ന കാഴ്ചകളിലൂടെ പോയ നിരവധി കേസുകൾ എൻ്റെ അപ്പനും അമ്മയും കൂടെ വീട്ടിൽ ഇരുന്ന് ചവിട്ടി ഒതുക്കി അതുമായിട്ട് വന്നവരെ സമാധാനിപ്പിച്ച് പലരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് രക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ അപ്പനോട് പറഞ്ഞ കാര്യമുണ്ട്. എന്തിനെന്നറിയാം പപ്പ ഇത് ചെയ്തത്? തെറ്റ് ചെയ്യാഞ്ഞിട്ടല്ല. ഞാൻ കർത്താവിൻ്റെ കയ്യിലോട്ട് ഓരോ പുതപ്പിട്ട് കൊടുക്കുക. കർത്താവേ, ഞാൻ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്തു, ഞാൻ ഇവരെ സഹായിച്ചു, ഞാൻ ഇവരെ സ്നേഹിച്ചു. എൻ്റെ പിള്ളേരുടെ കാലത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ പുതയ്ക്കാൻ ഞാൻ അഡ്വാൻസായിട്ട് കുറേ പുതപ്പങ്ങിട്ട് തന്നേക്കുക. ഇതൊക്കെയാണ് ലീഡർഷിപ്പ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ലീഡർ കഥയുണ്ടാക്കുന്നവനല്ല, കഥ മെനയുന്നവനല്ല, കഥ വാട്സാപ്പിൽ പ്രചരിപ്പിക്കുന്നവനല്ല. അപ്പൻ്റെ ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹം പ്രചരിപ്പിക്കുന്നതല്ല, പ്രചരിപ്പിക്കണം. എന്ത് പ്രചരിപ്പിക്കണം? നല്ല വാർത്തകൾ പ്രചരിപ്പിക്കണം. എന്ത് പ്രചരിപ്പിക്കണം? യേശു സ്നേഹമാണെന്ന് പ്രചരിപ്പിക്കണം. എന്ത് പ്രചരിപ്പിക്കണം? നിങ്ങളുടെ സഭയെക്കുറിച്ച് പ്രചരിപ്പിക്കണം. പക്ഷേ ബാക്കിയെല്ലാം നിങ്ങൾ ഒതുക്കാൻ പഠിക്കണം. എത്ര പേര് തീരുമാനിക്കും, കർത്താവേ ഒതുക്കണം? ആരുടെയും ആയിക്കോട്ടെ, അത് ആരും ആയിക്കോട്ടെ പ്രിയരെ, നിങ്ങളുടെ അയൽപക്കത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായിക്കോട്ടെ, പക്ഷേ അവരുടെ കൊച്ചിൻ്റെ കാര്യം നിങ്ങൾ ഒതുക്കണം. ഒതുക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിൻ്റെ കൊച്ചിനെ കർത്താവ് സൂക്ഷിക്കും. പ്രത്യേകിച്ച് ഞാൻ അമ്മമാരോട് പറയാം, ഒരു പെങ്കൊച്ചിൻ്റെ കാര്യം ലോകത്തൊരു മനുഷ്യനോട് പറഞ്ഞേക്കരുത്. പറഞ്ഞാൽ ഉണ്ടല്ലോ, നിൻ്റെ കൊച്ചിൻ്റെ കാര്യം കർത്താവ് പറയത്തില്ല, കർത്താവ് അന്നേരം പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല. പക്ഷെ പലരെ നീ ഒതുക്കി അവർക്ക് വേണ്ടി കരഞ്ഞ നിൻ്റെ കൊച്ചു വലുതാകുമ്പം കർത്താവ് സൂക്ഷിച്ചോളൂ. ആമേൻ പറയാവുന്നവരൊക്കെ ഒന്നുകൂടെ ഒന്ന് ആമേൻ പറഞ്ഞേ. ഒരു ദൈവദാസൻ്റെ ഒരു വിഷയം നിങ്ങളൊന്ന് ഒതുക്കിയാൽ നാളെ നീ പാസ്റ്റർ അല്ലെങ്കിലും നിൻ്റെ കൊച്ചം പാസ്റ്റാകുമ്പോൾ ഒരു ബലഹീനത വന്നാൽ എൻ്റെ തമ്പുരാൻ അത് നോക്കും. സ്തോത്രം. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് കർത്താവോടൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ ഓർമ്മിപ്പിക്കുന്ന സിസ്റ്റമാറ്റിക്കായിട്ട് ആ കാര്യങ്ങൾ പോകാനുള്ള നോട്ടും കാര്യങ്ങളും ഒക്കെ എൻ്റെ ഇരിപ്പുണ്ട്. പക്ഷേ എന്നെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. സഭയ്ക്ക് പ്രയോജനം വരുന്ന, നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഒതുക്കാൻ പഠിക്കണം കേട്ടോ. ഒതുക്കാൻ പഠിക്കണം. 10 പേരോട് പറയുന്ന നാവ് ഇന്ന് മാനസാന്തരപ്പെട്ടെ, യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ടെ. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന മൊബൈലുകൾ യേശുവിൻ്റെ നാമത്തിൽ ആ കൈകൾ മാനസാന്തരപ്പെടാം. സ്തോത്രം. കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഒറ്റ വാർത്ത പ്രചരിപ്പിക്കരുത്. ദൈവമക്കളുടെ വാർത്ത പ്രചരിപ്പിക്കാനല്ല കർത്താവ് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ തന്നേക്കുന്നത്. വല്ലവൻ്റെ കാര്യം 10 പേരോട് പറയാനല്ല ദൈവം നിനക്ക് നാവ് തന്നേക്കുന്നത്. നാവ് ഇന്നും തന്നേക്കുന്നത് സ്തുതിക്കാനും നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ആരെയും സ്വന്തം മക്കളെ പോലെ കണ്ടാൽ, സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കണ്ടാൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നവരാകത്തില്ല, ഒതുക്കുന്നവരാകും. ഒതുക്കണം. അടുത്തിരിക്കുന്ന ആടക്കാരൻ പിടിച്ചെന്ന് പറഞ്ഞേ, എന്ത് വിഷയം വന്നാലും ഒതുക്കാൻ ഞാനുണ്ട്, ഞാൻ ഒതുക്കണം. സമ്മതിച്ചോ? അതോ ഇളക്കിയാൽ
കഥ ഉണ്ടാക്കിയ എക്സാജറേറ്റ് ചെയ്താ സംഭവിക്കുന്നത് എന്നറിയാമോ? നാളെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായ കർത്താവ് കൂടെ കാണത്തില്ല. ഞാനിവിടെ നിൽക്കുന്നത് ഞാനെല്ലാം ശരിയായതുകൊണ്ടല്ല. പക്ഷേ ഒരുവനെ നശിപ്പിച്ചില്ലെങ്കിൽ ദൈവം നിന്നെ സൂക്ഷിച്ചോളും. ഒരുവനെ ഒതുക്കിയില്ലെങ്കിൽ തമ്പുരാൻ നിന്നെ ഒതുക്കത്തില്ല. പ്രാർത്ഥിച്ച് സ്തോത്രം. ആത്മീയ ലോകത്തെ നശിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന എത്ര ദൈവദാസന്മാരെ കെട്ടുകെട്ടിച്ചു, എത്ര ദൈവദാസന്മാരുടെ ശുശ്രൂഷ ഇല്ലാതാക്കി. ചെയ്താരാ? ഇവരെങ്ങനെ നാളെ ശുശ്രൂഷിക്കും? ഇവരുടെ മക്കളെങ്ങനെ ശുശ്രൂഷയിലാകും? ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ തെറ്റിന് കൂട്ടി നിൽക്കുന്നതല്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, വീടതുകൊണ്ട് നമ്മളെ നിർത്തിയത് കർത്താവ് മാത്രമാണ്. എന്നെ വിളിച്ചേക്കുന്നത് അതിനെക്കുറിച്ച് പറയാനല്ല, എന്നെ വിളിച്ചേക്കുന്നത് എൻ്റെ യേശുവിനെ കുറിച്ച് പറയാനാണ്. 2, എന്നെ നിർത്തിയത് ദൈവമാണെന്ന് പറയാൻ വേണ്ടിയാ. വീഴുവാൻ തക്കോണം എന്നെ പലവട്ടം തള്ളി, പക്ഷെ എന്നെ കർത്താവ് കരത്തി വഹിച്ചോണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജോലി വീണവനെ കുറിച്ച് പറയല്ല, എന്നെ വീഴാൻ നിർത്തിയ യേശുവിനെ കുറിച്ച് പറയാനാ. ഒറ്റയാൾ വീണവനെ കുറിച്ച് പറഞ്ഞു നടക്കരുത്. വീണവനെ കുറിച്ച് പറയാനല്ല തമ്പുരാൻ എന്നെ വിളിച്ചേക്കുന്നത്. വീഴാതെ വേണം നമ്മളെ സൂക്ഷിച്ച് തന്റെ മകന്മാരൊക്കെ നിർത്തി എന്നെ സൂക്ഷിച്ച ദൈവത്തെ കുറിച്ച് പറയാനാ. സ്തോത്രം. കണ്ണടച്ചേ. പ്രാർത്ഥിച്ചേ. സത്യത്തിൻ്റെ ആത്മാവേ, എന്നെ ഓർമ്മിപ്പിക്കണം സ്നേഹം കൊണ്ട്. എന്നെ ഓർമ്മിപ്പിക്കണം, സ്നേഹിക്കണം. എൻ്റെ കൽപ്പന സ്നേഹ കർത്താവേ. പകൽ എനിക്കൊരു അപ്പൻ്റെ ഹൃദയം, ഒരു അമ്മയുടെ ആർദ്രതയും തരണേ കർത്താവേ. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ കൂട്ടു നിൽക്കാൻ ഒരിക്കലും എൻ്റെ ഫോൺ ഉപയോഗിക്കപ്പെടാൻ പാടില്ല കർത്താവേ. തീരുമാനിക്കണേ. അങ്ങനെ ഒരു ഫോണാണ് കൈ ഇരിക്കുന്നത്, തല്ലിപ്പൊട്ടിച്ച് ദൂരെ കളയണം. കാരണം ഫോണും കൊണ്ട് നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലത് ഫോണില്ലാതെ സ്വർഗത്തിൽ പോകുന്നതല്ലേ. ഇതില്ലെങ്കിലും സ്വർഗത്തിൽ പോവാം, ഇതില്ലെങ്കിലും ജീവിക്കാം. ഇതിനല്ല ദൈവം നമ്മൾക്ക് വിളിച്ചേക്കുന്നത്. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായ കാര്യമുണ്ട്. ഞാനവിടെ നിൽക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഒരാളെക്കുറിച്ച് പറയുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് പേഴ്സണലി അറിയാം കാര്യം, എനിക്ക് ആ വ്യക്തിയെ അറിയാം. നിങ്ങൾ പറയുന്ന കഥ ഉടനെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ സുഹൃത്ത് മാറ്റി നിർത്തി പറഞ്ഞു, വിദേശത്ത് വെച്ചാൽ, എടാ ഇപ്പോഴത്തെ അവരുടെ ഇടയിലെല്ലാം ട്രെൻഡെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നിനക്ക് വല്ല നട്ടമുണ്ടോ? നീ ഒന്നും മിണ്ടായിരിക്കുക, അല്ലെങ്കിൽ കൂട്ടത്തിൽ കൂടി പറയുക. ഇനിയും പറയാൻ നിനക്ക് ബുദ്ധിമുട്ടാണ്, നീ അങ്ങ് മിണ്ടായിരിക്കുക. എൻ്റെ നല്ലൊരു ഉപദേശം. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, എനിക്കത് കൃത്യമായിട്ട് അറിയാവുന്ന സംഭവം. മിണ്ടരുത്, ചവിട്ടി ഞാൻ ശരിയാക്കും. എന്നെ വിളിച്ചുകൊണ്ട് പോയി എൻ്റെ ഏറ്റവും സുഹൃത്ത് പറഞ്ഞു, മിണ്ടരുത്, നീ മിണ്ടട്ടോ, നിനക്ക് അറിയാമെങ്കിൽ അറിയാതിരുന്നോട്ടെ, അതിൻ്റെ ശരി, നിനക്ക് എൻ്റെ നട്ടം. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡും കൊണ്ട് സ്വർഗത്തിൽ പോത്തില്ല. ഈ ആറ്റിറ്റ്യൂഡുള്ളവരാരും നാളെ 1000 പേരുടെ ലീഡറാകത്തില്ല. പക്ഷെ നീ 1000 പേരുടെ ലീഡറാണെങ്കിൽ ഒരു അപ്പൻ്റെ ഹൃദയം ഉണ്ടാകണം. ആ മക്കളുടെ ഒത്തിരി കാര്യത്തിൽ സ്നേഹിക്കാൻ കഴിയണം. എത്ര പേരുടെ രഹസ്യം എൻ്റെ അകത്തിരിപ്പണമെന്നറിയാം. ഞാൻ ഒരു ബോംബിട്ട പൊട്ടുന്ന കുടുംബങ്ങളുണ്ട്. കാരണം എനിക്ക് ഒത്തിരി രഹസ്യം അറിയാം. എന്നോട് വന്ന് പറയുന്നതാണ്. പക്ഷെ ഞാൻ ചാകുമ്പോൾ അത് എന്നോടൊപ്പം കുഴിയിലോട്ട് പോകും. എന്തുകൊണ്ടാണെന്നറിയാമോ? ബോംബിടാനല്ല എന്നെ തമ്പുരാൻ വിളിച്ചത്. അതേ രഹസ്യങ്ങൾ അറിയാവുന്ന ഞാനും കൂടെ പിണങ്ങിയിട്ടുണ്ട്. അവരെനിക്ക് ശത്രുവായിട്ടുണ്ട്. പക്ഷെ ഉറപ്പ് അവരെന്നോട് പറഞ്ഞത് ഞാൻ പറയത്തില്ല. അതെൻ്റെ ദൈവത്തോടുള്ള ഇൻറ്റഗ്രിറ്റി ആയി മാറണം. എത്ര പേര് തീരുമാനിക്കും? സ്നേഹിച്ചിരിക്കുമ്പോൾ ഒരു രഹസ്യം അറിയാമെങ്കിൽ പിണങ്ങിക്കഴിഞ്ഞാൽ വിളിച്ച് പറയരുത്. ബോംബിടാനല്ല തമ്പുരാൻ നിന്നെ വിളിച്ചത്, ബോംബ് പൊട്ടിക്കാനല്ല തമ്പുരാൻ നിന്നെ വിളിച്ചത്. ഒരാൾ വിശ്വസിച്ച് ആത്മാർത്ഥമായി നടക്കുമ്പോൾ പ്രാർത്ഥിക്കണേ. ഇതൊക്കെ ഒരാത്മീയൻ്റെ സ്വഭാവമായിരിക്കണം. നിങ്ങൾ തമ്മിൽ ഒരിക്കൽ പിരിയേണ്ട വന്നാൽ ഒറ്റ കാരണവശാലും വേണ്ടാത്തത് പറയാതിരിക്കാൻ പ്രാർത്ഥിക്കും. അങ്ങനെ എത്ര പേര് തീരുമാനിക്കും?
എന്നോട് രഹസ്യം ഒരാൾ പങ്കുവെച്ച ഞാനും ആളും കൂടെ നിങ്ങളൊരു നല്ല ലീഡറാകാൻ പോവുക. നിങ്ങൾ ലീഡർഷിപ്പ് ട്രെയിനിങ് ഇതെൻ്റെ പേരെന്നാ ആണല്ലോ, അതോ പ്രിലിമിനറി ക്ലാസ് ഒന്നും അല്ലല്ലോ, കൺവെൻഷനൊന്നും അല്ലല്ലോ. ലീഡറാണെങ്കിൽ നിങ്ങളോട് വന്ന് രഹസ്യം പറയും. രഹസ്യം പറഞ്ഞാലേ നിങ്ങൾ ലീഡറാകത്തുള്ളൂ, അല്ല പിന്നെ നിങ്ങൾ ലീഡറല്ല. ആരോടാ രഹസ്യം പറയുന്നത്? ആരോടാ രഹസ്യം പറയുന്നേ? ലീഡറോട് വന്ന്, ബോധ്യമുള്ള ഒരാളോട് വന്ന് എന്തോ പറയും? രഹസ്യം പറയും. 2, ആളുടെ മുമ്പിലാണ് കരയുന്നേ. നിങ്ങൾ ലീഡറാണോ എന്ന് ഞാൻ പറയാം. എങ്ങനെ പറയാമെന്നറിയാമോ? നിങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്ന് പൊട്ടിക്കരയാണ്. ഒരു പെങ്കൊച്ചോ ഒരു ചെറുക്കനോ ഒരു ഭാര്യയോ ഒരു ഭർത്താവോ ഒരു അപ്പനോ അമ്മയോ വന്ന് കരയാണ്. കരയുന്നത് എപ്പോഴാണെന്നറിയാം? ഞാൻ നിങ്ങളോട് പറയും കരയുന്നത്. നിങ്ങളൊരു ശവടക്കിന് പോകുന്നു, ഒരു അപ്പനും അമ്മയും മരിച്ചു കിടക്കുന്നു, പിള്ളേരെല്ലാം ഇരുന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അവിടെ MP വരുന്നു, അനുശോചനം അറിയിക്കുന്നു. MLA വരുന്നു, അനുശോചനം അറിയിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു, അനുശോചനം അറിയിക്കുന്നു. പിള്ളേർ കരയുമോ? ഇല്ല. ആഭ്യന്തരമന്ത്രി വരുന്നു, അനുശോചനം അറിയിക്കുന്നു. കരയുമോ? ഇല്ല. പക്ഷേ പെട്ടെന്നൊരു കരച്ചിൽ കേൾക്കും. അപ്പോൾ എല്ലാവരും എത്തി നോക്കും. എന്താ നോക്കിയെന്നറിയാം? ഇപ്പോൾ ആരാ വന്നത് ആരായിരിക്കും? അമ്മയുടെ കൂടെ പണ്ട് തൊട്ട് പഠിച്ച, അല്ലെ അമ്മയുടെ വീട്ടിൽ ഒത്തിരി നാൾ നിന്നൊരു വേലക്കാരത്തി. ആ വേലക്കാരത്തി കണ്ടപ്പം പിള്ളേരെ കരഞ്ഞത് എന്തുണർന്നുകൊണ്ടാണ്? സ്നേഹം. കരയാൻ ബോധ്യമുള്ളിടത്തെ എന്ത് ചെയ്യത്തുള്ളൂ? കരയത്തുള്ളൂ. അനാഥ കൊച്ചുങ്ങളെ നിങ്ങൾക്ക് കരയിപ്പിക്കാവും. അനാഥ കൊച്ചുങ്ങളെ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇട്ട് പോലീസ് തരിയാൽ പോലും അവർ കരയത്തില്ല. കാരണം കരച്ചിൽ കാണാൻ ആളുള്ളത്തെ എന്ത് ചെയ്യത്തുള്ളൂ? കരയത്തുള്ളൂ. അനാഥശാലയിൽ ചെന്നോ പലരും കരയത്തില്ല. കുറേ കഴിഞ്ഞ് അങ്ങനെ കരയത്തില്ല. നിങ്ങളുടെ പിള്ളേർ എന്തിനാണ് കരയുന്നേ? നിങ്ങളുടെ പിള്ളേർ വീണാൽ അവിടെ കിടക്കും, ആരെങ്കിലും കണ്ടാലേ കരയത്തുള്ളൂ, അല്ലെ തന്നെ എഴുന്നേക്കും. അനാഥ കൊച്ചു വീണാൽ എന്തോ ചെയ്യും? തന്നെ എഴുന്നേറ്റ് പോകും. അനാഥ കൊച്ചിൻ്റെ കയ്യിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്ലേറ്റ് ചോറ് കൊടുത്താൽ വെട്ടിയടിക്കും. നിങ്ങളുടേതോ പുറകെ നടക്കണം. എന്തുകൊണ്ടാണ് അത് കഴിക്കുന്നത്? അതേ ഒരു 2 വയസ്സുള്ള കൊച്ചിൻ്റെ പുറകെ നടന്ന് വാരി കൊടുക്കുന്നു. അനാഥശാല എന്തോ ചെയ്യും? 2 വയസ്സുള്ള കൊച്ച് തന്നെ വാരി തിന്നും. കാരണം അതിനറിയാം വാരി തിന്നില്ല ഒരു കാര്യമില്ല, ചത്തു കുത്തോളൂ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ മാരാ ചിണുങ്ങി 8 ക്ലാസ്സുകാർ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണും രാവിലെ കണ്ടിട്ട് വേണേ തന്നാൽ ഞാൻ തിന്നാൻ പറഞ്ഞിട്ട് വായും പൊളിച്ച് നിൽക്കത്തില്ലേ? അപ്പോൾ നമ്മൾ കണ്ട് അണ്ണാക്കിലോട്ട് വെച്ച് കൊടുക്കും. മോനെ കൈപോലും കഴുകേണ്ട മക്കൾ ഇന്നാ പിടിച്ചു. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നേ? കാണാൻ ആളുള്ളത് കൊണ്ടാണ്. അപ്പം നിങ്ങളെടുക്കുക വന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു അപ്പനായെന്ന് അതിൻ്റെ അർത്ഥം. കരഞ്ഞിട്ടില്ലയോ? നിങ്ങൾ ലീഡർ അല്ല. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഒരു 3 മാസത്തിനിടയ്ക്ക് ഒരാളെങ്കിലും നിങ്ങളെടുക്കുക വന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലീഡറായി. കരയിപ്പിച്ചിട്ടൊന്നല്ല ഞാൻ ചോദിച്ചത്. കരഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ എ ലീഡർ. എന്തുകൊണ്ടാണ്? നിങ്ങളൊരു ബോധ്യം വന്നതുകൊണ്ടാണ് നിങ്ങളെടുക്കുക വന്ന് കരയും. ആ ബോധ്യം ആരും ഉണ്ടാക്കുന്ന ബോധ്യമൊന്നുമല്ല, തന്നെ ഉണ്ടാകുന്ന ഒരു ബോധ്യമാണ്. ആ ബോധ്യം ഉണ്ടാകിയാലേ നമ്മുടെ അടുക്കിലേക്ക് ആൾക്കാർ വരത്തുള്ളൂ. വേദന പങ്കുവയ്ക്കാൻ വരണം. എന്താ കാര്യം? നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. പ്രിയരെ, നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഒരാൾക്ക് ഉപദേശമൊന്നും കൊടുക്കരുത്. അങ്ങനെ പോയെ ഇതറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഈ വരുന്നത്. ആർക്കും എന്തോ വേണ്ട, ഉപദേശം വേണോ? വേണ്ട. ഉപദേശം അല്ല മനുഷ്യർക്ക് ആവശ്യം. ചുമ്മാ ഇരുന്ന് കേട്ടാൽ മതി, അവർ ഫ്രീ ആയിക്കോളും. കേൾക്കണമെങ്കിൽ നിങ്ങളൊരു ബോധ്യം ഉണ്ടാകണം. എന്താണ്? എന്തോ പറഞ്ഞാലും അത് അവിടെ തന്നെ കാണുമെന്നൊരു ബോധ്യം. അങ്ങനെ ഒരു ബോധ്യത്തിൽ, അത് സത്യത്തിൻ്റെ ആത്മാവുള്ളവരുടെ അടുക്കൽ ഒരു പറയരുന്ന് പറഞ്ഞാൽ അത് അവിടെ കാണും. എത്ര പേര് പ്രാർത്ഥിക്കും? പറയരുന്ന് പറഞ്ഞതിനെ സൂക്ഷിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി, ആത്മാവെ ഒതുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി, സത്യത്തിൻ്റെ ആത്മാവെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ വിശാലപ്പെടുത്താൻ പോകുക. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുക. 2-3 കണ്ടീഷൻ ദൈവമായിട്ട് വെച്ചേ. 1, കള്ളം പറയരുത്. 2, വ്യാജ വാർത്തകൾ, വേണ്ടാത്ത വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഞാനില്ല. 3, ഒതുക്കുന്ന ഒരു വിഷയം ആരോടും പറയാതെ ഞാനൊരു അപ്പൻ്റെ ആർദ്രതയോടെ, അപ്പൻ്റെ സ്നേഹത്തോടെ ചവിട്ടി ഒതുക്കും. പണ്ടും പ്രിയരെ, സഭകളിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രശ്നമില്ലായിരുന്നോ? നിങ്ങളുടെ അമ്മ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. മാന്യത ഉണ്ടായിരുന്നുകൊണ്ട് പറഞ്ഞില്ല. അച്ഛനും അമ്മയും കൂടെ പ്രശ്നം ഉണ്ടായി. പക്ഷെ പിള്ളേരെ ഓർത്ത്, പിള്ളേർ വളർന്നു വന്നുകൊണ്ട് മക്കളുടെ മാനം, അപ്പൻ്റെ അമ്മയുടെ മാനം, ആരുടെ മാനം? പിള്ളേരുടെ മാനം. അതുകൊണ്ട് ഒതുക്കണം. സഭാമക്കളെ ഒതുക്കാൻ പഠിക്കണം. അതാണ് യഥാർത്ഥ ദൈവമക്കൾ. ഈ സഭയ്ക്കകത്ത് ഞാനിവിടെ വലിയ വിഷയമുണ്ട് അങ്ങനെയൊന്നുമല്ല പറയുന്നത്. പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കർത്താവെ ഞാൻ ഒതുക്കാൻ നിൽക്കും, ഇളക്കാനല്ല, ഒതുക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കും. കർത്താവിന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകും.
കർത്താവ് നിങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കും. കർത്താവ് ഇന്ന് എന്നോടൊരു രഹസ്യം എനിക്കറിയാമെങ്കിൽ ആ രഹസ്യം എന്നോട് പങ്കുവച്ചാൽ നാളെ ഞാനും ആ വ്യക്തിയുമായിട്ട് അകന്നാൽ പോലും ആ രഹസ്യം എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുകയല്ലാതെ വ്യക്തിക്കെതിരെ ഒരു ആയുധമാക്കാൻ ഞാൻ ഇടയാക്കത്തില്ലെന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ അടുക്കൽ രഹസ്യങ്ങൾ മനുഷ്യൻ വന്ന് പങ്കുവെക്കാൻ തുടങ്ങും. അവിടെ ചങ്കിൻ്റെ വേദനകൾ പങ്കുവെക്കാൻ തുടങ്ങും. കർത്താവേ, എൻ്റെ അടുക്ക വന്ന് വ്യക്തികൾ പറയട്ടെ, ആ നിലവാരത്തിൽ എൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്നോടൊരു ബോധ്യം തോന്നണ്ടേ, നിന്നോടും എന്നോടും ഒരു ബോധ്യമുണ്ടെങ്കിലേ ആൾക്കാർ വരത്തുള്ളൂ. വരണം, പങ്കുവെക്കണം, വേദന പറയണം. പക്ഷെ ബോധ്യമുണ്ട് അടുത്ത് മാത്രമേ മനുഷ്യൻ വേദന പറയത്തുള്ളൂ. ആ ബോധ്യം എന്നിൽ ഉണ്ടാകാൻ എന്നെ സഹായിക്കണേ എന്ന് കരമുയർത്തി പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ബോധ്യതയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ ഒരിക്കലും വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്. പ്രചരിപ്പിച്ചിട്ടുണ്ടോ ഏറ്റു പറഞ്ഞോണം. ഏതെങ്കിലും ദൈവദാസന്മാരുടെ കഥകൾ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്ത് രസിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ദൈവാത്മാവോട് ഏറ്റു പറയണം. കാരണം നിന്നെ വിളിച്ചത് അതിനല്ല. നമ്മുടെ വിളി അതൊന്നും അല്ല. നമ്മുടെ വിളി അതിനൊക്കെ മേലെയാ. അതൊക്കെ ഇവിടെ ലോക്കലി കിടക്കുന്നവർ ചെയ്തോട്ടെന്നേ. നിങ്ങളെ എന്നെ വിളിച്ചേക്കുന്ന അതിൻ്റെ മേലെയാ. നമ്മൾ അതിൻ്റെ മേലെയാ. ഇതൊന്നും അല്ല നമ്മുടെ സമയം. സ്വോത്രം. ഇത് കണ്ട് രസിക്കാൻ അല്ല നമുക്ക് സമയം. ഇത് ഷെയർ ചെയ്യാനല്ല തമ്പുരാൻ നമുക്ക് ആരോഗ്യം, കയ്യും ഫോണും ഒക്കെ തന്നേക്കുന്നേ. പിതാവേ, സത്യത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ സകല സത്യത്തിലും നീതിയിലും വഴി നടത്തണമേ. തുടർന്നും സഹായിക്കണമേ. കൃപയെ പൊതിയണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. വേഗത്തിൽ തിരിച്ചു വരണേ. നമുക്കിന്ന് ഈ സെഷൻ പക്ഷേ ഗൗരവമായി ഞാൻ സിസ്റ്റമാറ്റിക് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നോട് തന്നെ. പക്ഷേ പ്രയോജനപ്പെടുന്നൊരു കാര്യം പറഞ്ഞു. നിങ്ങളിത് ഒന്നും മറക്കരുത്. നിങ്ങൾ വലിയൊരാളാവും. നിങ്ങൾക്ക് ഭയങ്കര ശുശ്രൂഷയുണ്ട്. നിങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ പോവുകയാണ്. പക്ഷേ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് എഴുതണം. 1, രഹസ്യങ്ങൾ സൂക്ഷിക്കണം. 2, ഏത് വാർത്തകളും ഒതുക്കുന്ന ഒരു ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് 2 ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകും. 3, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ, ഒരു തെറ്റ് വന്നാൽ, തെറ്റ് വരാത്തവരാരും ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. കർത്താവ് നിങ്ങളെ സഹായിക്കും. കർത്താവ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇന്ന് നിങ്ങൾ അത് ചെയ്താൽ നാളെ ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആമേൻ.